ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കട്ടെ. ഞാൻ ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തക്കാളിക്ക ചാറുകറിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ചാറുകറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ടേസ്റ്റ് ഉള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അതിനായിട്ട് ഞാൻ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് ടേസ്റ്റ് തരും. അതുപോലെ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിക്ക് ചേർക്കും. അതുപോലെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതുപോലെ വെളുത്തുള്ളി, ഒരു എരിവുള്ള പച്ചമുളക്. ഇതിലേക്ക് വേറൊരു സാധനം കൂടെ വേണം, നമ്മുടെ ജീരകം കൂടി ഇടണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ചട്ടി ചൂടായ പുറകെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2 ചുവന്നുള്ളിയും കൂടി ഇടുവേ. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് ഞാൻ തക്കാളിക്കയും ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു 4-5 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. അധികം നേരം ഇട്ട് വഴറ്റാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയാൽ മതി. ഒന്ന് ആവിയൊക്കെ കയറി വരുമ്പോഴത്തേക്കും നല്ലോണം അത് വഴണ്ടിങ്ങി വരും. തക്കാളിക്ക് ഇതുപോലെ വെന്തുടങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ തക്കാളിക്ക് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവേ. അധികമായിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായി മാത്രം വന്നാൽ മതി, കറി റെഡിയായി. ഞാനിതിൽ കറിവേപ്പില ചേർത്തിട്ടില്ല. നിങ്ങൾ കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ.